ടോറസ് ഞാൻ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു കാരണം കൊണ്ട് മുമ്പോട്ട് പോണില്ല. ഇപ്പോൾ ഈ കാരണം എന്താണ്? എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ? എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, ഫ്യൂച്ചർ ആക്ഷൻ? നമ്മൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. ഇന്നത്തെ റീഡിംഗ് നമ്മൾ നിങ്ങളുടെ ഗൈഡൻസ് എന്താ പറയണമെന്ന് നമ്മൾ അതാണ് നോക്കാൻ പോണത്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടോ അതും നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. എന്താണ് മെസ്സേജസ് വരണമെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ടോറസ്, ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലാണ് വെച്ചാൽ ആ പേഴ്സണിനെ കുറിച്ചാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഞാൻ ഈക്വൽ ഫീലിങ്സ് ആണ് കാണുന്നത്. രണ്ടാൾക്കും ഒരു മാതിരി തന്നെയാണ് ഫീലിങ്സ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട് വെച്ചാൽ അവർക്കും അതുമാതിരി തന്നെ സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഇത് രണ്ട് സൈഡിൽ നിന്നും മ്യൂച്വൽ ആണ്. ഇവിടെ ഞാനൊരു ഫയർ സൈനിനെയാണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളൊരു ഫയർ സൈനിൻ്റെ കൂടെ ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ. ഇവിടെ ഞാനൊരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും എനർജിയും മാച്ചിങ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണ്. രണ്ടാളുടെയും എനർജി വേറെ വേറെ ആയാലും ഒരു സീരിയസ്നെസ് ഉണ്ട്. കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജി കാണാണ്ട് ഇല്ലച്ചാൽ ചിലവർക്ക് ഈ രണ്ട് കാർഡ്സ് വരണത് ഒരു പേജ് ഇല്ലച്ചാ ക്വീൻ, ഇല്ലച്ചാ കിങ്ങും പേജും, ക്വീനും പേജും, അങ്ങനത്തെ കോമ്പിനേഷൻസിലാണ് വരണ വെച്ചാൽ ഞാൻ ഉടനെ പറയായിരുന്നു ഇത് ശരിയാവില്ല എന്ന്. പക്ഷേ ഇതെന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഏകദേശം ഒരു സെയിം കമ്മിറ്റ്മെൻറ്റ് ലെവലാണ് കാണുന്നത്. അപ്പോൾ രണ്ടാളും സീരിയസ് ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഞാനൊരു റൊമാൻറ്റിക് എനർജിയാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഞാനിപ്പോൾ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, കുറേ ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വിചാരിക്കണത്. പക്ഷേ എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു ഡിസ്കണക്റ്റഡ് മാതിരി ഒരു എനർജി. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ നിങ്ങൾ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടായാലും നിങ്ങൾക്ക് അങ്ങനെ ഈ പേഴ്സൻ്റെ കൂടെ ഉടനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ലവേഴ്സാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഒരു തേർഡ് പാർട്ടി ആവാം. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു സോൾമേറ്റ് കണക്ഷനാണ് കാണുന്നത്. പക്ഷേ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ വേറെ ആരുടെയോ കൂടെ ആണോ, അതല്ല വെച്ചാൽ എന്തോ വേറെ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഉണ്ടോ? ഞാൻ കാണുന്നത് ഇവരുടെ എനർജിയിൽ ഞാൻ പറഞ്ഞ മാതിരി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെയിം ഫീലിങ്സ് ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് അവരുടെ എനർജിയിൽ. അവരുടെ ലൈഫിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, ഒരു വലിയ മാറ്റം. മേ ബി അവരൊരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ എനർജിയിലായിരിക്കാം. അതല്ല വെച്ചാൽ അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ സെപ്പറേറ്റഡ് എനർജിയിലാവാം. ഓർ മേ ബി അവർ മാരീഡും ആവാം. സെപ്പറേഷൻ ആയിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല, മാരീഡ് പേഴ്സൺ ആവാം. അതുകൊണ്ട് നിങ്ങളുടെ എനർജി കുറേ റെസ്ട്രിക്റ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇവർ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് ഒരു ഫീലിംഗ് ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അത് എനിക്കിപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല, എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയിലുണ്ടായേ? പാസ്റ്റിൽ ഞാൻ കുറേ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, കുറേ ഒരു ഫ്ലേർട്ടിങ് എനർജി കാണുന്നുണ്ട്.
പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളും കുറേ സംസാരിക്കണ എനർജി കാണാണ്ട്. പക്ഷേ പാസ്റ്റിലും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, അതെന്താ ഇപ്പോൾ ഫ്യൂച്ചറിൽ വേണ്ടതെന്ന് നിങ്ങൾ രണ്ടാൾക്കും അപ്പോഴും അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ഫ്ലോയിൽ മുമ്പോട്ട് പോയി. പക്ഷേ ഇവിടെ ആ പാസ്റ്റിലും ഞാൻ കാണുന്നത് ഈ ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു, ഇത് ശരിയാവോ ഇല്ലേ എന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം നിങ്ങൾ ഹോപ്പ് ചെയ്യണത് എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും. ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം ഇപ്പോൾ. പക്ഷെ നിങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ ഇത് ശരിയാവും. മേ ബി ഫ്യൂച്ചറിൽ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും. എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവർക്കൊരു ഫ്യൂച്ചർ വേണം, നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി വേണം. അവരതാണ് മാനിഫെസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി അവർക്കും അതുമാതിരി തന്നെയാണ് ഫീലിങ്സ് ഉള്ളത്. പക്ഷേ കുറേ ടെൻഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവർ മാരിഡ് ആയിരിക്കാം, ഡിവോഴ്സ് ആയിട്ടുണ്ടാവില്ല. അതല്ല വെച്ചാൽ മാരിഡ് ആണ്, പക്ഷെ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ വിടാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ സക്സസ് ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് വേണം. നിങ്ങൾക്ക് എല്ലാവരോടും ഇത് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പേഴ്സൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് ആ ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർക്കും ഒരു മാരേജൊക്കെ വേണം. പക്ഷേ ഇവിടെ എന്തോ ഒരു സീക്രട്ട് ആയതുകൊണ്ട് അത് ശരിയാവണില്ല. നിങ്ങളുടെ സൈഡിലും ഞാൻ ഒരു നെഗറ്റീവ് എനർജിയാണ് കാണുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി ഈ റിലേഷൻഷിപ്പിൽ ഒരു പബ്ലിക് എക്നോളജ്മെൻ്റ് ഇല്ല. ആർക്കും ഇത് അറിയില്ല നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലാണെന്ന്. എന്താ വെച്ചാൽ ഇതൊരു അഫെയർ മാതിരി ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ പേഴ്സണ് അവർക്ക് ഇത് വേണം, ഇൻറ്റൻഷനിലുണ്ട് മാരേജ് വേണമെന്ന്. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് ഒന്നും എടുക്കണില്ല. അവരൊരു റിയാലിറ്റിയിലല്ല, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. പറഞ്ഞാൽ റിയാലിറ്റി വേറെയാണ്, അവർ വിചാരിക്കണ പോലെ അല്ല. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ ഞാൻ കാണുന്നത് ഒരു വലിയ ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കാൻ പോണത്. നിങ്ങൾ ഈ പേഴ്സണോട് ചൂസ് ചെയ്യാൻ പറയും. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ഷുവറാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലോങ് ടേം കണക്ഷൻ വേണമെന്ന്. അപ്പോൾ ഈ പേഴ്സണോട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറയും. ആരെയാണ് ചൂസ് ചെയ്യാൻ പോണേ, എന്താണ് വേണ്ടത്, എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്? ഈ പേഴ്സൻ്റെ ആക്ഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് കൊടുത്താലും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് വെയിറ്റിംഗ് എനർജി തന്നെയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ സിറ്റുവേഷനിൽ ഒരു തീരുമാനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇവരോട് ചോദിച്ചാലും അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതൊരു ഇനീഷ്യൽ ലെവൽ എനർജി തന്നെ കാണുള്ളൂ. പറഞ്ഞാൽ മാരേജ് വരെ എത്തുന്നില്ല ഇത്. അറ്റ്ലീസ്റ്റ് ഈ മാസം ഇല്ല. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവോ അത് നമ്മൾക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ആ ഒരു മുമ്പോട്ടേക്ക് പോകണ എനർജി കാണാനില്ല. ഉണ്ടായാലും ഒരു പേഴ്സൻ്റെ സൈഡിലേ ഉള്ളൂ, മറ്റേ പേഴ്സൺ ആ തീരുമാനം എടുക്കാൻ റെഡിയല്ല. അപ്പോൾ ഇവിടെ സൈൻസ് എന്തൊക്കെയാണ്? ഞാനിവിടെ ടോറസ് കാണുന്നുണ്ട്, ലീബ്ര ഉണ്ട്, കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഇവിടെ സൈൻ വന്നിരിക്കണേ ജെമിനൈ. ഇവിടെ ഞാൻ കാണുന്നത് കാപ്രിക്കോൺ. ഇത് ടോറസ് ആണ് നിങ്ങളുടെ എനർജി. ആൻഡ് ഇവിടെ അക്വേറിയസ് ആണ് വന്നത്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്? ഇപ്പോൾ അവർക്ക് എന്താ പറയേണ്ടത്? അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്? ഞാനിവിടെ കാണുന്നത് ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ്. ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഐ റീപ്ലേ അവർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്താ വേണ്ടതെന്ന് അറിയില്ല അവർക്ക്.
ഈ സിറ്റുവേഷനിൽ ഫ്രീ യുവർ സെൽഫാണ് മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഈ സിറ്റുവേഷന് പുറത്തു വരാനാണ് അഡ്വൈസ് തരണേ. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ ഇല്ലാത്ത മാതിരി ആയിരിക്കണോ. ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. അപ്പോൾ എവിടെയോ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് ഈ സിറ്റുവേഷനിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്താ വെച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ കാണാനില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ മാതിരി ഒരു മാസത്തിൻ്റെ എനർജിയാണ്. അടുത്ത മാസം എന്താ ഉണ്ടാവുക നമ്മൾക്ക് അറിയില്ല. പക്ഷേ ഈ മാസം ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണം വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അതുകൊണ്ട് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻസിൽ യെസ്ന്ന് എഴുതുക, ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.